പ്രൈസ് ലോർഡ്. നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിനായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുവിൻ്റെ നാമത്താൽ യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്നെ സഹായിച്ചാൽ എനിക്ക് എല്ലാം ചെയ്യുവാനായിട്ട് കഴിയും. എന്നെ ശക്തനാക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ താണിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ്. ദൈവം പറയുന്നത് അതേപോലെ ഞാൻ ചെയ്യും എന്ന് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിത യാത്രയിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവനാണ് നമുക്ക് ജീവൻ തരുന്നത്. അവൻ്റെ ഉറവയിൽ നിന്ന് നമ്മൾ കുടിക്കുന്നുവെങ്കിൽ, അവൻ നമ്മോടുകൂടെ വാസം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് സകലതും സാധ്യമാകുമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഒരിക്കലും സ്വയത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ അവനെ യേശുവിൽ പ്രശംസിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? യഹോവ എന്നോട് കൂടെ ഇരിക്കുന്നു എങ്കിൽ എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുന്നത്. ദാവീദ് ഗോലിയാത്തിന് നേരെ ചെന്നപ്പോൾ ഈ കൊച്ചു പയ്യൻ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ അവനെ എന്ത് ചെയ്യും, അവനെങ്ങനെ കഴിയുമെന്ന് ജനമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവൻ്റെ കയ്യിൽ ഒരു കവണിയും കുറച്ച് കല്ലും മാത്രമാണുള്ളത്. പക്ഷേ ആ മല്ലനായ ഗോലിയാത്തിനെ വീഴിക്കുന്നതിന് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ആയുധം കൊണ്ടല്ല അവൻ ജയിച്ചത്, ശരീരബലം കൊണ്ടല്ല അവൻ ഗോലിയാത്തിനെ ജയിച്ചത്. ദൈവം ദാവീദിനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ജയം പ്രാപിച്ചു. അവൻ ഗോലിയാത്തിനെ കൊന്നു. അമാലേക്ക് മല്ലനായ ഗോലിയാത്തിനെ കൊന്ന് അവൻ വിജയിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം ദാവീദിനോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ ഞാൻ സകലത്തിലും മതിയാകുന്നു. എനിക്ക് ശക്തി നൽകുന്നത് ദൈവമാണ്. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സകലത്തിലും മതിയാകുന്നു. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ജോലി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയണം, എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എനിക്കിത് ചെയ്യുവാനായിട്ട് കഴിയും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയണം, യേശു എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് ചെയ്യുവാനായിട്ട് ഇന്നത്തെ ദിവസം ജീവിക്കുവാനായിട്ട് കഴിയും. യേശുവിൻ്റെ സാന്നിധ്യം അതാണ് എനിക്ക് ആവശ്യം. ഈ റോമ ഭരണാധികാരിയായ നീറോയുടെ കാലഘട്ടത്ത് അപ്പോസ്തലനായ പൗലോസിനെ തടവിലാക്കി ഇരിക്കുന്ന ആ കാലഘട്ടത്താണ് ഫിലിപ്പിയ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നാണ് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ അതിഗംഭീരമായി പീഡിപ്പിച്ച് കൊന്നുകൊണ്ടിരുന്ന ആ ഒരു ചക്രവർത്തിയുടെ കാലഘട്ടത്ത് റോമ പൗരനായ അപ്പോസ്തലനായ പൗലോസിനെ കാരാഗ്രഹത്തിൽ ആക്കുകയും വീട്ടുതടങ്കലിലാക്കുകയും അതേന്ന് വിചാരണയ്ക്ക് വേണ്ടി ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ആ അവസ്ഥയിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. എനിക്ക് ഒന്നുമില്ലാതിരിപ്പാൻ എനിക്കറിയാം, താഴ്ചയിലിരിപ്പാൻ എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതയാത്രയിൽ എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ദൈവമാണ് എന്നെ ശക്തനാക്കുന്നത്. അവൻ്റെ കരം എനിക്ക് അനുകൂലമെങ്കിൽ ഇതിനെല്ലാം എനിക്ക് കഴിയുമെന്ന് അവൻ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഫിലിപ്പിയരെ സുവിശേഷഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മൽക്കോദോര്യയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങളെ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ എണ്ണി പറയുകയാണ്. ഹല്ലേലൂയ. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം
അവന് ഉണ്ടായി. യേശു കർത്താവ് വാമൊഴിയായി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പറയുകയാണ്, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ്. ദൈവത്തിന് സകലതും സാധ്യമാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്നെ വാമൊഴിയായി നമ്മോട് പറയുകയാണ്. എന്താണ് അവൻ അങ്ങനെ പറയുവാനുള്ള കാരണം? ഒരുത്തൻ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. നിത്യജീവൻ യേശുവിൽ നിന്ന് കുടിക്കുന്ന, യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ആ ഉറവ, ആ ജീവന്റെ ഉറവ നമ്മൾ കുടിച്ച് നിത്യജീവനെ പ്രാപിക്കണം. ആ നിത്യജീവനെ എനിക്ക് പ്രാപിക്കുവാനായിട്ട് ഞാൻ എന്ത് നന്മയാണ് ചെയ്യുന്നത്? എനിക്ക് നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നുള്ള ആ ധാരണയുടെ പുറത്ത്, ആ പഠിപ്പീരിന്റെ പുറത്ത് അവൻ ചോദിക്കുകയാണ്, ഞാൻ എന്ത് നന്മ ചെയ്താൽ എനിക്ക് സ്വർഗരാജ്യത്തിൽ പോകാം? നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നന്മയെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നത് എന്ത് എന്നാണ് യേശു പറയുന്നത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവൻ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക. നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്മ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നീ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അത് എന്താണ് കൽപ്പന എന്നവൻ ചോദിച്ചപ്പോൾ പറയുകയാണ്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ ഇവയൊക്കെയും ഞാൻ ചെയ്തു പോരുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇനി കുറവ് എന്ത് എന്ന് ചോദിച്ചു യേശു അവനോട്. പൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആ ധനികനായ മനുഷ്യനോട് ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, നിനക്കുള്ളത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും എന്ന് പറയുകയാണ്. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. അപ്പോൾ യേശു പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാണ് എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ യേശു പറയുന്നു, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇവിടെ നാം കാണുന്നത് ഈ ധനികനായ മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം സൂക്ഷിച്ചു നോക്കുകയാണ്. അവന്റെ ഹൃദയത്തെ ദൈവം സൂക്ഷിച്ചു നോക്കുമ്പോൾ അവന് ധനത്തോട്, അവന്റെ സമ്പത്തിനോട് അമിതമായ സ്നേഹം അവനിൽ കാണുകയാണ്. ദൈവമക്കളെ, നമ്മൾക്ക് യേശുവിൽ ഉപരിയായി ഈ ലോകത്തിലെ ആരെയും നമ്മൾ സ്നേഹിക്കരുത്. സമ്പത്തിനെ നമ്മൾ സ്നേഹിക്കരുത്. നമ്മുടെ ഔദ്യോഗിക മേഖലകളെ നമ്മൾ സ്നേഹിക്കരുത്. നമുക്കുള്ള ഒന്നിനെയും, നമ്മുടെ മക്കളെയോ ഭാര്യയെയോ ഭർത്താവിനെയോ നമുക്കുള്ള ഒന്നിനെയോ യേശു കർത്താവിൽ അധികമായി നമ്മൾ സ്നേഹിക്കരുത്. ഇവന്റെ ഈ സമ്പത്തുള്ള മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം തൂക്കി നോക്കിയപ്പോൾ, അവന്റെ ഹൃദയത്തെ ദൈവം തൂക്കി നോക്കിയപ്പോൾ അവൻ ഹല്ലേലൂയ യേശുവിൽ കൂടുതലായി അവന്റെ സമ്പത്തെ അവൻ സ്നേഹിക്കുന്നു, അതിൽ അവൻ അഹങ്കരിക്കുന്നു എന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ദൈവം അവന്റെ ഹൃദയങ്ങളെ തൂക്കി നോക്കി, ഞാൻ അവനെ തൂക്കി നോക്കി അവൻ കുറവുള്ളവനായി കണ്ടു എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ അവനെ യേശു തൂക്കി നോക്കിയപ്പോൾ അവന്റെ സമ്പത്തിനോട് വളരെ വളരെ സ്നേഹമുള്ളവനായി കണ്ടു. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹല്ലേലൂയ നീ കൊടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അവന് ദുഃഖമുണ്ടായി, അവൻ യേശുവിനെ വിട്ടുപോയി. ഇബ്രാഹാമിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ ഇബ്രാഹാമിന് ഇസ്സാക്കുണ്ട്, ഇസ്മയേലുണ്ട്, 2 മക്കളുണ്ട്. ഇസാക്ക് വാഗ്ദത്ത സന്തതിയാണ്, ഇസ്മായേല് വാഗ്ദത്ത സന്തതിയല്ല, ജഡപ്രകാരമുള്ള തന്റെ മകനാണ്. അപ്പോൾ പിതാവായ ദൈവം ഇബ്രാഹാമിനോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ആദ്യജാതൻ ഹല്ലേലൂയ. 2 മക്കളുണ്ടെങ്കിലും ഇബ്രാഹാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സാറയിൽ ഉണ്ടായ ഇസാക്കിനെയാണ്. ആ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനെ തന്നെ നീ യാഗം കഴിക്കണം. അപ്പോൾ അവിടെയും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മകനേക്കാൾ, ഇസാക്കിനേക്കാൾ
കൂടുതലായി ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. ദൈവം എബ്രഹാമിനെ തൂക്കി നോക്കിയപ്പോൾ അവൻ തന്റെ മകനായ ഇസാക്കിനെ വളരെ സ്നേഹിക്കുന്നതായി ദൈവത്തിന് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അവൻ പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ നിന്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ നീ മോറിയാമലയിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി നീ യാഗം കഴിക്കണമെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അന്നേരം അധികാലത്തെ എബ്രാഹാം എഴുന്നേറ്റ് യാഗത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുത്. അങ്ങനെ നമ്മൾ സ്നേഹിക്കരുതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഹല്ലേലൂയ, ഞാനാണ് ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം വേണം. ദൈവത്താൽ നമ്മൾ അഭിഷേകം ചെയ്താൽ, ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമുക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുകയാണ്. എലിസബത്തും സഖറിയാവും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ അവർ ഇരുവരും പ്രായം ചെന്നവരായിരുന്നു. പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളുകയും സ്നാപക യോഹന്നാൻ എലിസബത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തതായി ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ ആ പുരോഹിതനായ സഖറിയാവ് ദൈവത്തിന്റെ വചനത്തെ അവൻ വിശ്വസിച്ചില്ല. കാരണം ലോകപ്രകാരം നോക്കുമ്പോൾ, ശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ ഇതെല്ലാം അസാധ്യമാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പഠിച്ചിട്ട് ഗമാലേക്കിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണ സൂക്ഷ്മതയോട് പഠിച്ച പൗലോസ് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ദാവീദിന്റെ ജീവിതത്തില് ഗോലിയാത്തിനെ വീഴ്ത്തുവാൻ ആ ബാലനായ ദാവീദ്, ഒരു ആയുധവുമില്ലാതിരുന്ന ദാവീദിന് കഴിഞ്ഞത് ദൈവം അവനെ അഭിഷേകം ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യണം. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതിനെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ.